നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. മലയാളിയുടെ സിനിമാ കാഴ്ചകൾക്ക് മിഴിവ് പകർന്ന് വരിക്കാശ്ശേരി മന വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് 37 വർഷങ്ങൾ. 1987 റിലീസായ നെടുമുടി വേണു ചിത്രം തീർത്ഥം മുതൽ ദേവാസുരവും ഭ്രമയുഗവും ഉൾപ്പെടെ 150ഓളം മലയാള സിനിമകളാണ് ഇവിടെ ചിത്രീകരിച്ചത്. മനകൾ ധാരാളമുണ്ട് കേരളത്തിൽ. സൂര്യകാലടി, ഒളപ്പമണ്ണ, നെടുമ്പിള്ളി, പുലാമന്തോൾ, പാമ്പുമ്മേക്കാട്ട്, ഓർക്കാട്ടേരി എന്നിങ്ങനെ പോകുന്നു അവയുടെ പേരുകൾ. ഒരുപക്ഷെ കെട്ടിലും മട്ടിലും പഴമയിലും വലിപ്പത്തിലും ഇവയിൽ പലതും മുൻപന്തിയിലാണ് താനും. പക്ഷേ എന്നിട്ടും വരിക്കാശ്ശേരി മനയോളം പേരും പെരുമയും നേടാൻ അവയിൽ പലതിനും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അതിന് മുഖ്യ കാരണം ഇന്ന് മലയാള സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായി തീർന്നു എന്നതാണ്. അഥവാ സിനിമയിൽ മുഖം കാണിക്കുന്നതിലൂടെയാണ് ഈ മന ഇന്ന് ഇത്രയധികം പ്രശസ്തിയിലേക്ക് ഉയർന്നത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള മനിശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന അഥവാ വരിക്കുംചേരി മന എന്ന പൗരാണിക പാരമ്പര്യങ്ങളുടെ പുകൾപെറ്റ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന സുപ്രസിദ്ധമായ ഈ മന നിലകൊള്ളുന്നത്. 1000 വർഷത്തിലധികം പഴക്കമുള്ളതാണ് മനയിലെ നമ്പൂതിരിമാരുടെ ചരിത്രമെന്ന് കരുതപ്പെടുന്നു. പുരാതന കേരളത്തിലെ അഷ്ടഗൃഹ എന്നറിയപ്പെട്ടിരുന്ന സുപ്രസിദ്ധമായ നമ്പൂതിരി കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നത്രേ വരിക്കാശ്ശേരി മനയിലെ ആദ്യ തലമുറക്കാരിൽ ചിലർ. കോഴിക്കോട് വാണിരുന്ന സാമൂതിരി രാജാക്കന്മാരുമായി അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നവരാണ് ഇവരുടെ കുടുംബം. ആ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കായി സാമൂതിരി ഇഷ്ടദാനമായി നൽകിയ ഏകദേശം 4 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി കുടുംബക്കാർ മന പണികഴിപ്പിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ് അതിന്റെ തുടക്കം. 1902 അത് പൂർത്തിയായതായി ചരിത്രം പറയുന്നു. രവി നമ്പൂതിരിപ്പാടായിരുന്നു അന്ന് വരിക്കാശ്ശേരി മനയിലെ മുഖ്യ കാരണവർ. അന്നത്തെ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാസ്തുശില്പ വിദ്യയുടെ മാതൃകയിലാണ് മന പ്രധാനമായും രൂപകൽപ്പന ചെയ്തത്. അതേസമയം അതിന് പാശ്ചാത്യ വാസ്തുശില്പ വിദ്യയുടെ സ്വാധീനം അല്പസ്വല്പം പ്രകടവുമായിരുന്നു. മനയുടെ രൂപരേഖ തയ്യാറാക്കിയ കൃഷ്ണൻ തമ്പുരാന്റെ താല്പര്യമാണ് അതിന് കാരണമായി പറയപ്പെടുന്നത്. ശില്പി തമ്പുരാൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അന്ന് മദ്രാസിലൊക്കെ പോയി പാശ്ചാത്യ രീതിയിലുള്ള വാസ്തുശില്പ വിദ്യയും മറ്റും അഭ്യസിച്ച ആളായിരുന്നു. അതിനാൽ തന്നെ കേരളത്തിൽ മറ്റൊരു മനയിലും കാണാനാവാത്ത രീതിയിലുള്ള സവിശേഷമായ നിർമ്മിതിയാണ് വരിക്കാശ്ശേരി മനയുടേത് എന്ന് പറയാം. മലയാള സിനിമയിലെ ഭാഗ്യാന്വേഷികളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതോടെയാണ് സത്യത്തിൽ വരിക്കാശ്ശേരി മനയുടെ തലവര മാറിമറിയുന്നത്. 1987 ഒരു മലയാള സിനിമ ആദ്യമായി അവിടെ ചിത്രീകരണത്തിനൊരുങ്ങുന്നത്. തീർത്ഥം എന്ന പേരുള്ള ആ ചിത്രം ഒരുക്കിയത് മോഹൻ എന്ന സംവിധായകനായിരുന്നു. അതിനു മുമ്പ് പല സിനിമാക്കാരും വരിക്കാശ്ശേരി മന ചിത്രീകരണത്തിനായി ചോദിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല. പ്രധാനമായും അന്നത്തെ യാഥാസ്ഥിതികരായ ചില നമ്പൂതിരി കാരണവന്മാരുടെ സിനിമയോടുള്ള അടിസ്ഥാനമില്ലാത്ത വെറുപ്പും പിന്നെ സിനിമക്കാർ തൊട്ടശുദ്ധമാക്കി മനയുടെ പരിശുദ്ധി കളയും എന്ന വിശ്വാസവുമായിരുന്നു കാരണം. എന്നാൽ വിദ്യാസമ്പന്നരും പുരോഗമന ചിന്താഗതിക്കാരുമായ മനയിലെ പുതിയ തലമുറ അടിസ്ഥാനമില്ലാത്ത ആ അന്ധവിശ്വാസത്തെ അപ്പടി പടിയടച്ച് പിണ്ടം വെച്ച് മന ചില നിബന്ധനകളോടെ സിനിമക്കാർക്ക് ഷൂട്ടിങ്ങിനായി നൽകി തുടങ്ങുകയായിരുന്നു. ശ്രീലകത്ത് പൂജാമുറിയിൽ ആരും പ്രവേശിക്കരുത് എന്നത് അവരുടെ കർശന നിർദ്ദേശമാണ്. അതെന്തായാലും അതിലൂടെ മനയിലേക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ അവർക്കായി. ഇന്ന് അറ്റകുറ്റപ്പണികൾ തീർത്ത് മനയെ കാര്യക്ഷമമായി നിലനിർത്തുന്നത് ആ വരുമാനവും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്. തീർത്ഥം എന്ന ചിത്രം മനയിൽ ചിത്രീകരിക്കപ്പെട്ടെങ്കിലും പടം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അതേസമയം അന്ധവിശ്വാസം കൊടികുത്തി വാഴുന്ന സിനിമാ ലോകം അതൊരു അശുഭ ലക്ഷണമായാണ് കണ്ടത്. സിനിമ അവിടെ ചിത്രീകരിച്ചാൽ അത് അധികനാൾ ഓടില്ലെന്നും സാമ്പത്തിക വിജയം നേടില്ലെന്നുമുള്ള ധാരണ അവരിൽ വളർന്നു. അതോടെ സിനിമക്കാർ വരിക്കാശ്ശേരി മനയെ ഒഴിവാക്കി തുടങ്ങി. അടുത്തുകൂടെ പോലും കുറെ കാലത്തേക്ക് സിനിമക്കാർ പോകാതെയായി. ആ സ്ഥിതി ഒന്ന് മാറിക്കിട്ടാൻ പിന്നെയും കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഒരു നല്ല തിരക്കഥയും അതിനെ അതിമനോഹരമായി അഭ്രപാളികളിൽ ആവിഷ്കരിക്കാൻ ആർജവുമുള്ള സംവിധായക പ്രതിഭയും ഉണ്ടെങ്കിൽ ഇപ്പറഞ്ഞ അന്ധവിശ്വാസങ്ങളെയും അശുഭ ലക്ഷണങ്ങളെയും പടിക്ക് പുറത്താക്കാം എന്ന് രഞ്ജിത്തും IV ശശിയും കൂടി ചങ്കൂറ്റത്തോടെ തെളിയിക്കുകയായിരുന്നു ദേവാസുരം എന്ന ചിത്രത്തിലൂടെ. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ഫ്യൂഡൽ മാടമ്പിയുടെ തറവാടായി ചിത്രീകരിക്കപ്പെട്ടത് വരിക്കാശ്ശേരി മനയാണ്. അങ്കോപാംഗം സ്വരമുഖരം എന്ന ഗാനത്തിലൂടെ നൃത്തനൃത്യങ്ങളുടെ ലാസ്യലാവണ്യ ഭാവങ്ങൾ ആസുരമായി ആടിത്തിമിർത്ത് ഒടുവിൽ ചിലങ്കയഴിച്ച് ഭാനുമതി നീലകണ്ഠന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് ഈ വരിക്കാശ്ശേരി മനയുടെ പൂമുഖത്ത് വെച്ചാണ്. അത് നീലകണ്ഠന്റെ മനസ്സിനെ ഒരു മാറ്റത്തിനായി പൊള്ളിച്ച് പദം വരുത്തി പരുവപ്പെടുത്തുകയായിരുന്നു. അതുപോലെയാണ് സിനിമക്കാർക്കിടയിലെ വരിക്കാശ്ശേരി മനയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ ദേവാസുരം മാറ്റങ്ങളുടെ മണിമുഴക്കം സൃഷ്ടിച്ചത്. അവിടെ ചിത്രീകരിക്കപ്പെടുന്ന സിനിമകൾ വിജയിക്കുമെന്നല്ല, വലിയ വിജയം നേടുമെന്ന വിശ്വാസമാണ് പിന്നീടുണ്ടായത്. ആ വിശ്വാസം നൽകിയ കരുത്തിൽ പിന്നീടിങ്ങോട്ട് അനവധി സിനിമകളാണ് അതിന്റെ നിഴലിലും നിശ്വാസത്തിലുമായി ചിത്രീകരിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.